അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞ ജനുവരിയിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ അതുപോലെ അക്കൗണ്ട്സ് ഓഫീസർ ഈ 2 പോസ്റ്റുകളിലേക്കുള്ള 421 വരുന്ന വേക്കൻസിയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ മിക്കവാറും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനുള്ള ഡേറ്റും വന്നായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷം മെയ് 9 അപ്പോൾ ഇപ്പോൾ ഡിസംബറായി, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. അപ്പോൾ നമുക്കിനി പഠിക്കാനായിട്ട് 4 മാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. ഈ റിട്ടൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതായത് 2017 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയായിരുന്നു. അതിൽ പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എക്കകത്ത് 20 ക്വസ്റ്റ്യൻ ജനറൽ ഇംഗ്ലീഷ് ആയിരുന്നു. പാർട്ട് ബിക്കകത്തുള്ള 100 ക്വസ്റ്റ്യൻ മാത്സും റീസണിങ്ങും ജി കെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് മാത്സും റീസണിങ്ങും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ല, ജി കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ. ഇനി ഇതാണ് എക്സാമിൻ്റെ സിലബസ്, ഇത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഇനി നമുക്ക് എക്സാം സെൻറ്റർ മാറ്റാനായിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സാം സെൻറ്റർ മാറ്റാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ നമുക്ക് 2 ഡേറ്റാണ് നിൽക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ ഡിസംബർ 15 തൊട്ട് 21 വരെയും, സെക്കൻഡ് ഫേസിൽ ഡിസംബർ 29 തൊട്ട് ജനുവരി 4 വരെയും. ഇനി ഇതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അപ്ലൈ ചെയ്യുന്നവരെ ആദ്യം അലോട്ട് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാം സെൻറ്ററിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്യുന്നവർ വെച്ചിട്ട് ആ എക്സാം സെൻറ്റർ ഫില്ലാക്കും. പിന്നെ വേറെ ആർക്കും ആ എക്സാം സെൻറ്ററിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ ലിങ്ക് ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ഈ കാര്യം പറയുക. അപ്പോൾ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.